10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇത് അടുത്തത് നമ്മുടെ മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയാണ് അല്ലേ. ഈ സമയമായിട്ടും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു പ്രശ്നത്തിലാണോ എൻ്റെ മക്കൾ? അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി സാറ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒന്ന് നിങ്ങൾ പാലിക്കാൻ ശ്രമിച്ചാൽ ഈ 2 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ കഴിയും. അത് സാറ് തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് 7:30 നമ്മുടെ ലൈവ് പോകുന്നുണ്ട്. ആ ലൈവിൽ എന്താ നമ്മൾ എടുക്കുന്നതെന്ന് അറിയോ? എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കൃത്യമാക്കി തരാനാണ് ഇന്നത്തെ ക്ലാസ്. ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്ത് അതിലെ പ്രധാന ആശയങ്ങളൊക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നാളെ രാവിലെ ഇരുന്ന് ആ മലയാളം സെക്കൻഡ് ഓരോ ചാപ്റ്ററും ഒന്ന് വായിക്കും. വെറുതെ വായിച്ചു പോയാൽ പോരാ. അതിലോരോ ചാപ്റ്റേഴ്സിനും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഓരോ ചാപ്റ്ററിൻ്റെ ആശയങ്ങളെ 1, 2, 3, 4 പോയിന്റുകളാക്കി എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ പ്ലാവില കഞ്ഞിയാണ് പഠിക്കുന്നതെങ്കിൽ അതിന് നമുക്കൊരു 4 പോയിന്റ് ഉണ്ടാക്കാം. എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? 1, കോരൻ എന്ന കർഷകൻ്റെ ദാരിദ്ര്യം സൂചനയാണ് അല്ലേ. നെല്ല് കൂലി ചോദിക്കുന്നതുണ്ട്, നെല്ല് കൂലി കൊടുക്കാതിരിക്കുന്നുണ്ട്. ആ നെല്ല് കൂലി കൊടുക്കാതിരിക്കാനുണ്ടായ കാരണം എന്താ? ഇതൊക്കെ നമുക്കറിയാം. അതിനൊരു ഒറ്റ പോയിന്റ് ആക്കി വെക്കും. പിന്നെ നമുക്കെന്താണ്? ചിരുത അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് കുറേ കാലമായി എന്ന സൂചന. അതൊന്നും നമുക്കൊരു പോയിന്റാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വെളുത്ത അല്ലേ, അതിൽ അച്ഛൻ എന്ന കഥാപാത്രം വന്നതും അവരുടെ ആരോഗ്യസ്ഥിതിയും അവരെങ്ങനെയായിരുന്നു ഒരു കാലത്ത് ജോലി ചെയ്തിരുന്നത്, എത്ര കാർഷിക മേഖലയിൽ എത്ര പാരമ്പര്യമുള്ള ആളായിരുന്നു, എന്നിട്ട് അവസാനം വിശപ്പാണ് അദ്ദേഹത്തിന് അവശേഷിക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പോയിന്റുകളാക്കുക. അപ്പം നിങ്ങൾക്ക് ആ പാഠഭാഗത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. അങ്ങനെ ഓരോ വിലയും കാത്തും അതുപോലെ എല്ലാ പാഠങ്ങളും അങ്ങനെ 5 6 പോയിന്റ് ആക്കി വെക്കുക. എന്നിട്ട് നാളെ വൈകിട്ട് 7:30 നമ്മുടെ ലൈവുണ്ട്. അതിലെന്താ നമ്മൾ എടുക്കാൻ പോകുന്നത് അറിയാം മക്കളെ? കൃത്യമായിട്ട് പാഠഭാഗത്തിൻ്റെ ഷോർട്ട് സമ്മറിയും അതോടൊപ്പം വരാവുന്ന മുഴുവൻ ചോദ്യവും അതിന് ഉത്തരവുമാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ പഠിച്ച് ഇതും കൂടെ പഠിക്കുന്ന സമയത്ത് എന്തായി? നിങ്ങൾ സെറ്റായി. ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് കുറച്ച് മുൻപ് നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററിൽ 5 മണിക്ക് സാറെത്തും. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ? വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളാണ്. അതുപോലെ ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് ഉപന്യാസം എഴുതുമ്പോൾ എന്തൊക്കെ ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ആസ്വാദനം എഴുതുമ്പോൾ എന്തൊക്കെ ഫോർമാറ്റാണ്, അതുപോലെ പ്രഭാഷണം നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ ഫോർമാറ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുക. അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കൾ പൂർണ്ണമായും എന്താവും? സെറ്റാവും. നമുക്ക് A+ കൂളായിട്ട് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ മറക്കരുത്, ഇന്നത്തെ ലൈവ് വരണം, നാളത്തെ ലൈവിൽ വരണം, മോർണിംഗ് ബൂസ്റ്ററിലും വരണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ മറ്റന്നാൾ പരീക്ഷ എഴുതാം.